വേങ്ങരയിൽ നിന്നും ചേറൂരിലേക്കുള്ള പാതയാണിത്. ഇന്നലകളിൽ ആർത്തിരമ്പിപ്പോയ പടയോട്ടത്തിൻ്റെ കഥകൾ പറയുന്ന വഴികൾ. ഈ ദൂരം പിന്നിട്ടാണ് ഊരകമ്മലയുടെ തായ്വാര ഗ്രാമമായ അടിവാരത്തേക്ക് നാട്ടൊലി ചാനലിൻ്റെ യാത്ര. ഈ പ്രദേശത്താണ് അരനൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച മസ്ജിദുൽ തഖ്വ സ്ഥിതി ചെയ്യുന്നത്. ചേറൂർ ചന്ദ്രപ്പറമ്പിലെ വലിയ ജുമുഅത്ത് പള്ളിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജുമുഅക്കും മറ്റും ഈ പ്രദേശത്തുകാർ ആശ്രയിച്ചിരുന്നത്. പിൽക്കാലത്ത് ഈ പ്രദേശത്തുകാരനായ മുഹമ്മദ് മുസ്തിയാരുടെ നേതൃത്വത്തിൽ നാട്ടിലെ കാരണവന്മാർ ചേർന്ന് സ്ഥലം വാങ്ങി 1968 കാലഘട്ടത്തിൽ പാണക്കാട് പൂക്കോയ തങ്ങൾ ഈ മസ്ജിദിന് തറക്കല്ലിട്ടു. 1969 പണി പൂർത്തിയാവുകയും മസ്ജിദുൽ തഖ്വ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് കൂടി നിസ്കരിക്കുവാൻ വിശാലമായ സൗകര്യമുള്ള പള്ളി കൂടിയാണ് മസ്ജിദുൽ തഖ്വ. പള്ളി എടുത്തത് 1969 മുന്നാണ്. 68 പള്ളിൻ്റെ ശിലാസ്ഥാപനം പാണക്കാട് തങ്ങളെ നിർവഹിച്ചു. ഇവിടെ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്ലിയാർ വലിയൊരു പണ്ഡിതനും മൗര്യയുമായിരുന്നു. അദ്ദേഹമാണ് ഈ പള്ളി എടുക്കാനുള്ള കാരണക്കാരൻ. ഇതുപോലുള്ള കാരണന്മാരെല്ലാം വിളിച്ചുകൂട്ടി തുടക്കത്തിൽ തന്നെ ഈ സ്ഥലം വാങ്ങുകയും പള്ളി നിർമ്മിക്കാൻ വേണ്ടി മുന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ആദ്യം തന്നെ ഇവിടെ മറ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കാമികൾ ഈ പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വലിയ പറമ്പത്ത് മുഹമ്മദ് മുസ്തിയാരുടെ കബറിടം ഈ പള്ളിയുടെ ചാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാവനൂർ കാദിയായിരുന്ന മൊയ്തീൻകുട്ടി മുസ്തിയാർ മുഹമ്മദ് മുസ്തിയാരുടെ പ്രധാന അനുയായി കൂടിയായിരുന്നു. ചാരിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്തിയാരുടെ ശിഷ്യനായിരുന്ന വലിയ പറമ്പൻ മൊയ്തു എന്നവരുടെ മകനായിരുന്നു മുഹമ്മദ് മുസ്തിയാർ. ഇവിടെ ഒരു പള്ളി എടുക്കണമെന്നും ഒരു ഖബറിസ്ഥാൻ വേണമെന്നും എന്നെ ഇവിടെ മറവ് ചെയ്യണമെന്നും പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം വലിയ പണ്ഡിതനും മലേഷ്യയിൽ നിന്ന് ഒരു ഷെയ്ഖുമായി ഏറ്റുമുട്ടി അവിടുന്ന് വാങ്ങിയ തരീക്കത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. കോഴിക്കോട് മമ്മൂട്ടി ഷെയ്ഖ് തുടങ്ങിയ പല മഹാന്മാരുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് എന്നെ മറവിക്കണമെന്ന് പറയുകയും പള്ളിയെടുക്കുകയും ചെയ്ത് ജുമാ നിർത്തണമെന്നും അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കക്കാട് മുദരിസായിരുന്ന പാണക്കാട് തങ്ങളെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ജുമാ സ്ഥാപിച്ചതും എല്ലാം. അങ്ങനെ വളർന്നു പോകുന്ന പള്ളി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ മഹാന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ മലപ്പുറത്ത് നിന്ന് ഞാനും അദ്ദേഹവുമാണ് ആദ്യമായി അയാളുടെ വീട്ടിൽ വന്ന് പരിചയപ്പെടുത്തിയത്. അതിൻ്റെ ശേഷമായി പല പ്രാവശ്യവും അദ്ദേഹം ഇവിടെ ശംസുൽ ഉലമ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മഹത്തായ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമായ പള്ളിയാണ് ഇത്. സമസ്തയുടെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുമായി നല്ല ബന്ധമായിരുന്നു മുഹമ്മദ് മുസ്തിയാർക്ക്. അക്കാലത്ത് അദ്ദേഹം ബർമ്മയിലേക്ക് യാത്ര പോയിരുന്നു. ബർമ്മയിൽ അബൂബക്കർ അഹമ്മദ് സിദ്ദീഖി എന്ന പണ്ഡിതൻ്റെ അടുത്താണ് ഏറെക്കാലം മുഹമ്മദ് മുസ്തിയാർ ജീവിച്ചത്. പിന്നീട് അദ്ദേഹം സിംഗപ്പൂരിലേക്കും യാത്ര പോയി. അവിടെ മഹാപണ്ഡിതനായിരുന്ന അത്താസ് തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. 3 വർഷക്കാലം അവിടെയും കഴിഞ്ഞുകൂടി. 22ഓളം ത്വരീഖത്തുകൾ സനദ് സഹിതം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ അദ്ദേഹം 1968 ഹിജ്റ വർഷം 1388 ഒരു ശവ്വാൽ മാസത്തിൽ 70ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ EK അബൂബക്കർ മുസ്തിയാരടക്കം നിരവധി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കബറിടം സന്ദർശിച്ചിരുന്നു. 8 വർഷത്തോളമായി മസ്ജിദുൽ തഖ്വയുടെ മുറ്റത്ത് 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഖുർആൻ ക്ലാസ് നടന്നു വരുന്നു.
ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ നടക്കുന്ന പ്രസ്തുത ക്ലാസ് ഒരു മനോഹര കാഴ്ച കൂടിയാണ്. അല്ലാഹു തആല പിശാചിനെ ശപിച്ചിരിക്കുന്നു. വഖാല എന്നിട്ടോ യുവ പണ്ഡിതനായ കുറ്റാളൂർ യൂസഫ് സക്കാഫിയുടെ കീഴിൽ ആധുനിക സൗകര്യങ്ങളോടെ നടക്കുന്ന ഈ ക്ലാസ്സിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. 7 വർഷമായി ഈ പള്ളിയുടെ മുറ്റത്ത് വളരെ സുന്ദരമായ രീതിയിൽ ഒരുപാട് പഠിതാക്കൾ 300ഓളം വരുന്ന പുരുഷന്മാരും സ്ത്രീകളുമുള്ള ഒരു ഖുർആൻ ക്ലാസ്സാണ് ഇവിടെ നടന്നു വരുന്നത്. പ്രധാനമായും 10 തഫ്സീറുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി സൂറത്തുൽ നിസായിലെ 121-ാമത്തെ ആയത്ത് വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഈ പരിസരത്തുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നു. അവരുടെ ഒരു ആത്മീയ വേദിയായി കൂടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഖത്മ തീർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ആശ്വാസമായി ഈ നാട്ടിലെ എല്ലാ ബഹുഭൂരിഭാഗം ജനങ്ങളും ഈ ക്ലാസ്സിൽ വിലയിരുത്തുന്നു. പ്രമുഖ സയ്യിദ് കുടുംബമായ ബുഖാരി തങ്ങന്മാരുടെ ഖബറുകൾ അടിവാരത്ത് മസ്ജിദ് തഖ്വയുടെ ഈ ഖബറിസ്ഥാനിലാണ്. നമ്മുടെ നാട്ടിലെ കോവിലപ്പാറ മഹല്ല് പരിധി സയ്യിദന്മാരുടെ സാന്നിധ്യം നമ്മുടെ നാട്ടിൻ്റെ പരിസരത്തും നമ്മുടെ നാട്ടിലുമെല്ലാം എത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സയ്യിദ് അബിക്കുട്ടിക്കോയ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദ് ഹബീബ് തങ്ങൾ ബ്രിട്ടീഷുകാരോടുള്ള സമര പോരാട്ടങ്ങളിലെല്ലാം പങ്കെടുത്ത വലിയ മഹാനായിരുന്നു. അവർ ഇന്ന് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് തലശ്ശേരിയിലെ അയ്യൽത്ത പള്ളിയിലാണ്. അവർക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ വെങ്ങാടുള്ള ഭാര്യയിൽ ജനിച്ച സയ്യിദത്ത് മുത്തുബീവി എന്ന മഹദി അവർ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാമുള്ള ഒരുപാട് സഹോദരിമാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത വനിതയായിരുന്നു. അവരെ വിവാഹം ചെയ്യാനാണ് സയ്യിദ് മുഹമ്മദ് അൽ ബുഖാരി തങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ പേരക്കുട്ടിയായ അദ്ദേഹം നല്ല സാഹിദായ മനുഷ്യനായിരുന്നു. എല്ലാ വക്തുകൾക്കും പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് ഖുർആൻ ഓതുന്ന ശീലമുള്ള നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അല്ലാഹു തആല ആ മഹാനവറുകളുടെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരെ സന്താന പരമ്പരകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെയൊക്കെ വന്യരായ പിതാവ് സയ്യിദ് അബ്ദുള്ള അൽ ബുഖാരി തങ്ങൾ, ബാബുട്ടി തങ്ങൾ എന്നറിയപ്പെട്ടിരുന്നവർ. അവർ മരണപ്പെട്ടിട്ട് വഫാത്തായിട്ട് 15 വർഷമായി. നിരവധി പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ദർസ് നടത്തിയിരുന്നു. നിലവിൽ അബ്ദുൽ വാഹിദ് അദനിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് തഖ്വയിൽ ദർസ് അഭംഗുരം തുടരുകയാണ്. ചരിത്രങ്ങളുറങ്ങുന്ന ഊരകമ്മലയുടെ തായ്വാര ഗ്രാമമായ അടിവാരത്ത് നിന്നും നാട്ടൊലി ചാനൽ മറ്റൊരു ചരിത്രത്തിലേക്ക് പ്രയാണം തുടരുകയാണ്.